നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലബാർ കലാപവും മാറാട് ബർക്കില്ല. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗിനെതിരെ കട്ടക്കിറങ്ങി. സതീശൻ മുഖ്യമന്ത്രിയായി ഭരണത്തിലേറുമ്പോൾ ഏറ്റവും വലിയ തലവേദന വെള്ളാപ്പള്ളി സൃഷ്ടിക്കുന്ന ഈ പ്രതിസന്ധി തന്നെയാവും. SNDP നേതൃത്വത്തോട് അടുപ്പം പുലർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും ഭരണതലത്തിലുള്ള പ്രമുഖരെയുമൊക്കെ ഇതിനകം തന്നെ വെള്ളാപ്പള്ളി ബന്ധപ്പെട്ട് കഴിഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ നീക്കങ്ങൾക്ക് കടിഞ്ഞാണിടുകയാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യം. മുസ്ലിം ലീഗ് ഭരണത്തിൽ അമിത സ്വാധീനം ഉപയോഗിക്കുമെന്ന് വെള്ളാപ്പള്ളിക്കറിയാം. ഇന്ന് യോഗനാഥം മാസികയിൽ എഡിറ്റോറിയൽ എഴുതിയാണ് വെള്ളാപ്പള്ളി തൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ SNDPക്കും NSSനുമെതിരെ മുസ്ലിം ലീഗ് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നിരുന്നു. ആഹ്ലാദ പ്രകടനങ്ങൾക്കിടയിൽ വെള്ളാപ്പള്ളി അവർ ശക്തമായി വെല്ലുവിളിച്ചു. മറുവശത്ത് സുകുമാരൻ നായരെ വെല്ലുവിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ കേട്ടു. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളി തുറന്ന വർഗീയതയുമായി ഇപ്പോൾ കളത്തിലിറങ്ങിയത്. UDF അധികാരത്തിലേറും മുമ്പ് തന്നെ മുസ്ലിം ലീഗ് കേരളം ഭരിച്ചു തുടങ്ങിയ ലക്ഷണമാണ് കാണുന്നത് എന്ന് യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി എഴുതുന്നു. മതവെറിയും കൊലവിളി രാഷ്ട്രീയവും കൊണ്ട് കേരളത്തിലെ ഭീതിയിലാഴ്ത്താനാണ് ഇവരുടെ ശ്രമം. ഇത്തരത്തിൽ പ്രവർത്തിച്ച പല ശക്തികളും ഇന്ന് അഴിക്കുള്ളിലാണ്. സംസ്ഥാന ഭരണത്തിൻ്റെ മറവിൽ മത തീവ്രവാദ ശക്തികൾക്ക് സംരക്ഷണം ഒരുക്കാമെന്ന ലീഗ് നേതാക്കളുടെ മോഹം പുതിയ സർക്കാർ സാധിച്ചു കൊടുക്കുമോ എന്നാണ് തങ്ങളുടെ ഭയമെന്ന് വെള്ളാപ്പള്ളി തുറന്നു പറയുന്നു. അധികാരലഹരി നുണയും മുൻപ് യൂത്ത് ലീഗുകാരുടെ പ്രകടനങ്ങൾ കോലം കത്തിച്ചാലോ വെല്ലുവിളിച്ചാലോ ഞാൻ പേടിച്ചോടുമെന്ന അവരുടെ ആശ വെറുതെ. ഇതിലും വലിയ പെരുന്നാളിന് ബാപ്പ പള്ളിയിൽ പോയിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. ഹിന്ദുക്കളെ കൊന്നുതള്ളിയ മലബാർ കലാപം നടന്ന നാട്ടിലാണ് ലീഗ് വളർന്ന് പന്തലിച്ചത്. കൂട്ടക്കൊലയെ സ്വാതന്ത്ര്യ സമരമാക്കി മാറ്റിയ തന്ത്രം. അത്തരം തന്ത്രങ്ങൾ ഇനി വിലപ്പോകില്ല. മാറാട് കലാപത്തിന് പിന്നിലെ കൈകൾ ആരുടേതെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. SNDPയെയും എന്നെയും അങ്ങ് തീർത്ത് കളയാമെന്ന് യൂത്ത് ലീഗ് കരുതേണ്ട. പേടിച്ചോടുമെന്ന ആശ വെറുതെ. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ശത്രുക്കളാണ്. സമുദായത്തെ തകർക്കാൻ ഏത് കൊലകൊമ്പൻ വന്നാലും ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് വെള്ളാപ്പള്ളി യോഗനാഥത്തിൽ പറയുന്നത്. KM ഷാജിയെ മന്ത്രിയാക്കുമെന്ന വാർത്തകൾ ഇന്നലെ അന്തരീക്ഷത്തിൽ ശക്തമായിരുന്നു. എന്നാൽ UDF തന്നെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാകുന്ന സതീശൻ തന്നെ മുസ്ലിം ലീഗിനോട് KM ഷാജിയെ മന്ത്രിയാക്കരുത് എന്ന അഭ്യർത്ഥന വെച്ചുവെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. വെള്ളാപ്പള്ളിയും ഉന്നമിടുന്നത് KM ഷാജിയെ തന്നെ. KM ഷാജിക്കെതിരെ ശക്തമായ വിമർശനമാണ് യോഗനാഥത്തിൽ. ഒരു വശത്ത് മതസൗഹാർദ്ദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്ന് പറയും, മറുവശത്ത് മധുരം പുരട്ടി മതവിദ്വേഷം പ്രചരിപ്പിക്കും. ഇതാണ് ലീഗ്. മതമാണ് പ്രശ്നമെന്നും 9.5 വർഷത്തെ നഷ്ടങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി വീണ്ടെടുക്കുമെന്നും പ്രസംഗിച്ച് നടന്ന KM ഷാജിയെ പോലെ വർഗീയ വിഷം ചീറ്റുന്ന നേതാക്കളെ മന്ത്രിമാരാക്കിയാൽ കേരളത്തിലെ മതസൗഹാർദ്ദം തകരുമെന്ന് വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിം ലീഗിനെ യോഗനാഥത്തിൽ കടന്നാക്രമിക്കുക മാത്രമല്ല വെള്ളാപ്പള്ളിയുടെ തന്ത്രം, മറിച്ച് തങ്ങൾക്ക് സ്വാധീനമുള്ളവരാൽ ഈ ഭരണത്തെ പൂർണ്ണമായി നിയന്ത്രിക്കുക. സതീശനുമേൽ തങ്ങൾക്ക് സ്വാധീനമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെയും പോലീസ് ഉദ്യോഗസ്ഥരെയും കൊണ്ട് ഒരു സ്കാനിംഗ് നടത്തുകയാണ് വെള്ളാപ്പള്ളിയുടെ തന്ത്രം. ലീഗ് നടത്തുന്ന അഴിമതികൾ അപ്പാടെ തോണ്ടിയെടുത്ത് പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനും തന്ത്രങ്ങൾ മെനയുകയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി. ലീഗിൻ്റെ മതേതര ജനാധിപത്യ വിരുദ്ധതയെ എതിർക്കുന്നവർ ആരായാലും അവരെ മുസ്ലിം വിരുദ്ധ വർഗീയവാദി ചാപ്പകുത്തി ഒറ്റപ്പെടുത്താനുള്ള ആസൂത്രിത ശ്രമമാണ് നടക്കുന്നത് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ഞങ്ങൾ എതിർക്കുന്നത് മുസ്ലിം മതത്തെയല്ല, മുസ്ലിം ലീഗ് എന്ന സംഘടനയുടെ മതവിവേചനത്തെയും വർഗീയതയും ആണ്. SNDP യോഗം ജനറൽ സെക്രട്ടറിയായി തന്നെ വർഗീയവാദി എന്ന് വിളിച്ച് തെരുവിൽ ആക്ഷേപിക്കരുത് എന്നും എഡിറ്റോറിയലിൽ പറയുന്നു. ഇന്ത്യയെ മതപരമായി വിഭജിക്കാൻ മുന്നിൽ നിന്ന അഖിലേന്ത്യാ ലീഗിൻ്റെ അവശിഷ്ടമാണ് കേരളത്തിലെ മുസ്ലിം ലീഗ്. അതിൽ കൂടുതൽ ഡെക്കറേഷനൊന്നും വേണ്ട. ലീഗ് അഭിനയിക്കുന്ന മതേതര നാടകം കപട നാടകമാണെന്നും വെള്ളാപ്പള്ളി എഡിറ്റോറിയലിൽ പറയുന്നു. VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ നാളെ അധികാരം ഏറ്റെടുക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപാണ് വെള്ളാപ്പള്ളിയുടെ മുന്നറിയിപ്പ്. ലീഗിൻ്റെ സ്വാധീനത്തിന് വഴങ്ങിയാൽ ഞങ്ങൾ വെറുതെയിരിക്കില്ല എന്ന് വെള്ളാപ്പള്ളി ഓർമ്മപ്പെടുത്തുന്നു. മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും മതേതരത്വവും ചോദ്യം ചെയ്തുകൊണ്ടുള്ള വെള്ളാപ്പള്ളിയുടെ ഈ നീക്കം വലിയ സമ്മർദ്ദങ്ങളാവും പുതിയ മുഖ്യമന്ത്രിക്ക് മേലുണ്ടാക്കുക. മതേതര സമൂഹത്തിന് മുന്നിൽ മുസ്ലിം ലീഗിൻ്റെ ഉടുമുണ്ട് അഴിഞ്ഞു വീണ നിലയിലാണെന്നും ഭരണക്കസേരയിലേക്ക് ഏറിക്കഴിഞ്ഞാൽ ഇവർ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ എന്നുമാണ് യോഗനാഥം എഡിറ്റോറിയൽ.
ചരിത്ര സംഭവങ്ങളെ അതുകൊണ്ട് തന്നെ മുൻനിർത്തി കൃത്യമായ വിശദീകരണവും ഈ എഡിറ്റോറിയൽ നടത്തുന്നു. ലീഗിൻ്റെ പുതിയ പ്രകടനങ്ങൾ കാണുമ്പോൾ പുതിയ മാറാടുകളും മലബാർ കലാപങ്ങളും ഇനിയും സൃഷ്ടിക്കപ്പെടുമെന്ന് കരുതിപ്പോകുന്നു. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് നിശ്ചയിക്കുമെന്ന് പറഞ്ഞ മൂവാറ്റുപുഴ നിയുക്ത MLA മാത്യു കുഴൽനാടനെതിരെ സ്വന്തം മുന്നണിയിലെ ലീഗുകാർ അധിക്ഷേപ പ്രകടനം നടത്തി. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മാത്യു നടത്താൻ നിശ്ചയിച്ച സ്നേഹവിരുന്ന് നടത്താൻ പോലും അനുവദിക്കാത്ത ദുരവസ്ഥയുണ്ടാക്കി. തനിക്കെതിരെ ലീഗ് നടത്തുന്ന ആസൂത്രിത നീക്കങ്ങളെ താൻ ഭയപ്പെടുന്നില്ല. തന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ച് തെരുവിൽ കോലം കത്തിച്ചാൽ താൻ ഭയപ്പെട്ടോടില്ല. സമുദായത്തെ തകർക്കാൻ ഒരു ലീഗും ഇറങ്ങിത്തിരിക്കേണ്ട എന്നാണ് എഡിറ്റോറിയലിൽ വെള്ളാപ്പള്ളി പറയുന്നത്. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങൾക്കെതിരെ മൂവാറ്റുപുഴയിൽ ലീഗ് പ്രവർത്തകർ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ച് ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. വെള്ളാപ്പള്ളിക്കും G. സുകുമാരൻ നായർക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് ഇടുക്കി യൂത്ത് ലീഗ് കമ്മിറ്റി ലീഗ് സംസ്ഥാന നേതൃത്വം പിരിച്ചുവിടുകയും ചെയ്തു. NSSൻ്റെയും SNDPയുടെയും ഒക്കെ ഉള്ളിൽ പുകയുന്ന വികാരങ്ങൾ തന്നെയാണ് ഇപ്പോൾ യോഗനാഥം എഡിറ്റോറിയലിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് വരാനിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് എന്ന് വ്യക്തം. നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഇക്കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ എടുക്കണം. 5 മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗിന് നൽകി അവരെ കൂടുതൽ സ്വാധീന ശക്തിയായി മാറ്റുമ്പോൾ ഭൂരിപക്ഷ സമുദായ വികാരം കൂടി VD സതീശൻ കാണേണ്ടതുണ്ട്. വെള്ളാപ്പള്ളി ഇപ്പോൾ കൊളുത്തിയ ഈ തീ കേരളത്തിൽ ആളിക്കത്തുമെന്നുറപ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ ഭരണം തുടങ്ങേണ്ടിയിരിക്കുന്നു VD സതീശൻ. മുസ്ലിം ലീഗ് ഭരണ സ്വാധീനം ഉപയോഗിച്ച് കേരളത്തെ അട്ടിമറിക്കാം എന്നൊന്നും കരുതരുത്. അത്തരം നീക്കങ്ങൾ വെള്ളാപ്പള്ളിമാർക്ക് കൂടുതൽ കരുത്താകും. കേരളത്തിനകത്തും പുറത്തും NSSനും SNDPക്കും എതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ തൻ്റെ വാക്കുകളെ സാധൂകരിക്കുന്നതാണ് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. മുസ്ലിം ലീഗിൻ്റെ കടന്നുവരവ് ഭയപ്പെടുന്ന വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും ഇപ്പോൾ അടവുകൾ മെനയുകയാണ് എന്ന് വ്യക്തം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.